Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, prayer ആരാണ്? പേര് ഞാനാണ്. സ്റ്റാർട്ട് ചെയ്യാണ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവാഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മിസ്. സൈനിങ് ആരാ? ആരും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഞാനൊരു കഥ പറയാം മിസ്, ആരും ഇല്ലെങ്കിൽ. ഒരു ദ ഹെയർ ആൻഡ് ദ ടോർട്ടോയിസ്. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഷോർട്ടാക്കി പറയാം. One day, hare and a tortoise decide to have a running race. The hare ran faster than the tortoise. Seeing the tortoise far behind, the hare slept under a tree. The tortoise walked without resting and came out first in the race. Moral: slow and steady wins the race. പിന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആ ടേബിള് പറഞ്ഞു. അവിടം വരെ പഠിച്ചു. Thought ഞാനാണ് മിസ്സേ. സജിത. The future depends on what we do in the present. മഹാത്മാ ഗാന്ധി. ചിലപ്പോ നമ്മള് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയില് ചിലപ്പോ സ്ക്രീൻ കട്ട് ആവാം, എന്തെങ്കിലും സംഭവിക്കാം. കറണ്ട് ഇല്ല, അപ്പോ പേടിക്കൊന്നും വേണ്ട. നെറ്റ് ഇഷ്യൂ ആണെന്ന് വിചാരിക്കാം. ചിലപ്പോ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോ നെറ്റ് കട്ടാവും. ഇപ്പോഴും ക്ലിയർ ആവുന്നില്ല മിസ്. ഇപ്പൊ ക്ലിയർ ആണ് അല്ലെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഞങ്ങൾക്കും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. കറണ്ട് പോകുമ്പോ വൈഫൈ ഒക്കെ കട്ടാവുമ്പോ ചിലപ്പോ ക്ലാസ്സിൽ നിന്ന് അറിയാണ്ട് ലെഫ്റ്റ് ആയി പോകും. ചിലപ്പോ പ്രോബ്ലം വരാട്ടോ. ടീച്ചർ എല്ലാരും സേഫ് അല്ലേ? വെള്ളപ്പൊക്കവും ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇത്തിരി കുറവുണ്ടായിരുന്നു, അപ്പൊ ഭയങ്കര മഴയാണ്. അവിടെ എങ്ങനെയുണ്ട്? നാട്ടിലൊക്കെ എങ്ങനെയാണ്? അടിപൊളി. ഭയങ്കര മഴയാണ്. അടിപൊളിയാണല്ലേ? തോർന്നൊക്കെ ഇരിക്കുന്ന സമയം അടുത്ത മഴയ്ക്ക് വേണ്ടി. അത് തന്നെ, തുറന്നിരിക്കണേ മിക്കയുടെ അവിടെ. അപ്പൊ നമ്മൾ ആ ടേബിള് പറഞ്ഞിരുന്നു അല്ലെ? ടേബിള് ലാസ്റ്റ് ആ പാരഗ്രാഫ് പറഞ്ഞിരുന്നു ടേബിളിന്റെ. ഇല്ല. അത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഈ ക്ലാസ്സിലെ കുട്ടികൾ കുറവാണല്ലോ, എല്ലാരും മഴ ചെയ്തുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? കറണ്ടൊന്നും ബാക്കിയില്ല. ചിലരൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ നെറ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ നമ്മളെ ടേബിൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ടേബിൾ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് നോക്കാം കേട്ടോ നമുക്ക്. In height and weight differs from childhood to child. നമുക്കറിയാം അല്ലെ? ഒരു കുട്ടികൾ ഇപ്പോ സെയിം ഏജിൽ അല്ലെങ്കിൽ സെയിം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം എന്താണ് വെയിറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്? ഇല്ല. അതുപോലെ തന്നെ ഹൈറ്റും എന്തായിരിക്കും? ഡിഫറൻറ്റ് ആയിരിക്കും അല്ലെ? നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ആഹാരം, അത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കുട്ടികൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും, ചില കുട്ടികൾ കഴിക്കാൻ മടിയായിരിക്കും. അവർക്ക് വെയിറ്റ് ആയാലും ഹൈറ്റ് ആയാലും ഡിഫറെന്റ് ആയിരിക്കും. ഇനി എന്താണ്? The size of the brain also increased steadily in the pre-school years. Pre-school yearsൽ അവരുടെ
ബ്രെയിനിന്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ആയിരിക്കും അല്ലെ. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളരെ വലുതാവുന്ന രീതിയിലാണ് അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. By that time a child is 6 years old, the rate of its brain is 90% of that the brain of an adult. So adult in the 6 years അല്ലെ 6 years സ്റ്റുഡൻസിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ ബ്രെയിൻ ആ 6 ഇയേഴ്സിൽ ഉള്ള കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മുതിർന്നവരുടെ ബ്രെയിനിന്റെ 90% അത്രയ്ക്കും വലിപ്പം കിട്ടും. ഇനി മസിൽസ് ഓൾസോ ബിക്കം തിക്കർ ആൻഡ് സ്ട്രോങ്ങർ. മസിൽസ് എങ്ങനെയായിരിക്കും? അവരുടെ നല്ല രീതിയിൽ തിക്കർ ആയിരിക്കും, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ആയിരിക്കും കുട്ടികളിൽ ഉണ്ടാകുന്നത്. 4 years of age children appear tolerant and control at night. ഇതാണ് ചില കുട്ടികള് 2 വയസ്സ് അങ്ങനെയുള്ള കുട്ടികളിലൊക്കെ ടോയ്ലറ്റ് അല്ലെ, അവർക്ക് നല്ല രീതിയിൽ ഉറങ്ങുമ്പോൾ ചിലപ്പോ ബെഡിലൊക്കെ അവര് യൂറിൻ പാസ് ചെയ്യാം അല്ലെ. അങ്ങനെയുള്ള കൺട്രോളിംഗ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല അല്ലെ. ഇപ്പോഴത്തെ അമ്മമാരൊക്കെ എന്താണ് പാമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് കുട്ടികളെ കിടക്കുന്നത് അല്ലെ. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ഉറക്കം പോകുന്നത് കൊണ്ട് തന്നെ പാമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും കിടക്കുന്നത്. പണ്ട് കാലങ്ങളിൽ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോ എന്താണ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങളില് എന്താണ് അവർക്ക് ടോയ്ലറ്റ് കൺട്രോളിംഗ് ഒന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഒരു 3 or 4 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവരെന്ത് ചെയ്യാ, അച്ഛനോ അമ്മയൊക്കെ വിളിച്ചിട്ട് രാത്രി മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അവര് പറയാറുണ്ട് അല്ലെ. അവര് തന്നെ പോയിട്ട് ബാത്റൂമിൽ പോയി പാസ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൺട്രോളിങ്ങും ഇങ്ങനെയുള്ള ഈ ഇയേഴ്സിലാണ് 4 ഇയേഴ്സിലാണ് അവർ പഠിക്കുന്നത്. ഇനി എന്താണ്? Parents can use activities like playing with the block, puzzles, sorting buttons and beads, cutting along a straight line using blunt scissors, paper tearing, coloring and paper folding to enhance the fine motor coordination of young children. ഇനി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് കൊടുക്കാറ്? കുഞ്ഞു മക്കളായിരിക്കുമ്പോ 3 or 4 വയസ്സൊക്കെ ആയിരിക്കുമ്പോ അല്ലെങ്കിൽ 5 or 6 വയസ്സൊക്കെ ആകുമ്പോ അവർക്ക് അടങ്ങിയിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കാറ്? ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ബിൽഡിംഗ് ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബ്ലോക്സുകൾ അല്ലെങ്കിൽ എന്താണ് പേപ്പർ കട്ട് ചെയ്യുക സിസേഴ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവരെന്ത് ചെയ്യും, അടങ്ങിയിരിക്കാറുണ്ട് അല്ലെ. ഇനി നമ്മള് അങ്ങനെ ആ ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ എന്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടാവാം? ബ്രെയിൻ ബ്രെയിൻ വികസിക്കും. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാ കൊടുക്കാറ് ആക്ടിവിറ്റീസ്, പ്ലേയിങ് ആക്ടിവിറ്റീസ്? ഇവിടെ കുട്ടികള് വീട്ടിലായിരിക്കുമ്പോ നമ്മൾ ഈ ചെറിയ കടലകളില്ലേ, ചെറുപയറും പട്ടാണി അങ്ങനെയുള്ളത്, അത് മിക്സ് ആക്കിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊടുക്കും 3 ബൗളില്. അപ്പൊ ആ സെയിം അത് ഓരോരോ ബോക്സിലേക്ക് വെക്കാൻ പറഞ്ഞാ അങ്ങനെ മോന് ചെയ്യും. പിന്നെ ആരും ചെയ്യാറില്ലേ, ചെയ്യിക്കാറില്ലേ? ഇല്ല. ഓക്കെ. അപ്പൊ എന്റെ വീടിന്റെ അനുഭവം പറയണേ കേട്ടോ. എന്റെ വീടിന്റെ അടുത്ത് ചേച്ചി ഒരു മോനുണ്ട്. അപ്പൊ ഇപ്പൊ അവൻ വലുതായി, ഇപ്പൊ +2 അവൻ ചെറുപ്പത്തില് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഒരു അടങ്ങിയിരിക്കില്ല, ഒന്നും പറഞ്ഞാൽ അനുസരിക്കില്ല, അങ്ങനെയായിരുന്നു. ഇവൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചുകളുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോ സാധന പറഞ്ഞില്ലേ, കുറച്ച് ധാന്യങ്ങൾ മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ട് അത് സോർട്ട് ചെയ്യാൻ പറയാം, ഓരോന്നും സെപ്പറേറ്റ് ആക്കി വെക്കാൻ പറയാന്ന് പറയാം. അങ്ങനെ കൊടുത്ത് ആ ചേച്ചി ചെയ്യിപ്പിച്ചപ്പോ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്ത് കറക്റ്റ് ആക്കി ഡിവൈഡ് ചെയ്ത് വെച്ചു. അപ്പോ അവർക്ക് മനസ്സിലായി ഇനി അവർ സെപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറുപ്പത്തിലെ ഉള്ളൊരു
നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്റെ മോളും അങ്ങനെ തന്നെയാണ്. ഈ കുറുമ്പാണ്, അടങ്ങിയിരിക്കില്ല. അങ്ങനെ വല്ല അസുഖമൊക്കെ പനിയാണ് ആൾക്ക്. അപ്പൊ 2 ദിവസമായിട്ട് ഇപ്പൊ വീട്ടിൽ തന്നെ കിടപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കില്ല. ചിലപ്പോ വെള്ളത്തിൽ പോയി കളിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറഞ്ഞാലൊന്നും കേൾക്കില്ല. അപ്പോ ഹൈപ്പർ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അസുഖം ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പൊ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അസുഖങ്ങളൊന്നും ഇല്ല, എന്നാലും പ്രായത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇതാണ് ആളെന്ന് പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മള് പേപ്പേഴ്സ് ഒക്കെ എന്താണ് കട്ട് ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ, സ്ക്വയർ ആക്കി കട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യിക്കാറ്? എന്താണ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യിപ്പിക്കുക. നമ്മള് മുട്ട ബീറ്റിക്കുക, അല്ലെങ്കിൽ ചെറിയ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യിക്കുക. Young children practice fine motor control through active like cutting, threading beads and sorting. Parents need to provide children with toys which further enhance their fine motor coordination. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരില് എന്താണ് മോട്ടോർ കോർഡിനേഷൻ, മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസിൽസ് അവര് ഓരോരോ കാര്യങ്ങൾ താനെ ചെയ്യാനായിട്ട് പഠിക്കും. അതാണ് മോട്ടോർ ഡെവലപ്മെന്റ്. ഈ മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ച് മിസ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? നോട്ട് എഴുതിയിരുന്നോ നിങ്ങള്? മിസ് ഇത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ ഈ ചാപ്റ്ററിൽ ഓരോ പ്രായത്തിൽ എന്തൊക്കെ പിള്ളേർ സംഭവിക്കുന്നു എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. മോട്ടോർ ഡെവലപ്മെന്റ് ജസ്റ്റ് ആ സൈഡിൽ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി. എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ്? പറയട്ടെ. മോട്ടോർ ഡെവലപ്മെന്റ് refers to the process by which motor development refers to the process by which individuals comma particularly children learn L-E-A-R-N learn to use their muscles and bodies to perform actions intentionally intentionally intentionally. Motor development refers to the process by which individuals, particularly children, learn to use their muscles and bodies to perform actions intentionally. Motor development എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികള് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികള് അവരുടെ പേശികളും ശരീരവും മനഃപൂർവ്വം പ്രവർത്തിക്കാനായിട്ട് പഠിക്കുന്ന പ്രക്രിയ. ഓക്കെ, എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? വ്യക്തികള് പ്രത്യേകിച്ച് കുട്ടികളില്
പേശികളും ശരീരവും മനഃപൂർവ്വം പ്രവർത്തിക്കാനായിട്ട് പഠിക്കുന്ന പ്രക്രിയ അല്ലെ. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരു തന്നെ പഠിക്കുന്ന കാര്യങ്ങള് എക്സാമ്പിള് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ആ കുട്ടികൾ വളർന്നു അവര് ഇങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവര് ചെറിയ കുട്ടികളാവുമ്പോ തന്നെ അതിങ്ങനെ തുടങ്ങും ഡെവലപ്മെന്റ്. അതല്ലേ പറയുന്നത്? അവരിങ്ങനെ ഫസ്റ്റ് ചെയ്ത് അവര് മുട്ടുകുത്തി നടക്കുമ്പോ അവര് എണീറ്റ് നിൽക്കാൻ തുടങ്ങും, കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. കറക്റ്റ് ആണ് അല്ലെ. മുട്ടുകുത്തി നിൽക്കാൻ പഠിക്കാം, നടക്കാൻ പഠിക്കാം. നമ്മൾ ആരെങ്കിലും ഇപ്പൊ നടത്തിച്ചിട്ടാണ് അവര് നടക്കുന്നത്? അല്ല, താനെ ഒന്ന് ഒറ്റടി വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. അതുപോലെ തന്നെ എഴയാൻ പഠിക്കുന്നത്, ചാടാൻ പഠിക്കുന്നത്, ഓടാൻ പഠിക്കുന്നത്. അതുപോലെ ഇപ്പൊ ആൺകുട്ടികളിലൊക്കെ കാണുന്ന ശീലങ്ങളാണ്. ഒരു തിരുവലുതാകുമ്പോഴത്തേക്കും എന്താണ്, സൈക്കിള് ചവിട്ടി പഠിക്കുക അല്ലെ. തന്നെ നമുക്ക് ചെയ്യാൻ പഠിക്കും ഇല്ലേ. പെൺകുട്ടികളാകുമ്പോ ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെ. സൈക്കിളൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കേണ്ടി വരാറുണ്ട്. ആൺകുട്ടികളാകുമ്പോ എന്താണ്, അതുപോലെ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത്, അതൊക്കെ അവർ താനേ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ കുട്ടികളില് അവർ താനേ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അവര് മനഃപൂർവ്വം താനേ ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങള്, ചാടുക, ഓടുക, സൈക്കിൾ ഓടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് factors influencing physical development. The physical development of an individual is found to be influenced by both the hereditary and environmental factors. Heredity and environmental factors. അപ്പോൾ ഈ നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഈ എന്താണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്? ഹെറിഡിറ്റി അല്ലെ. ഹെറിഡിറ്റി എന്താണ്? പാരമ്പര്യമായിട്ട് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദ important factors that affect physical growth and development. ഇനി ഓരോ പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? The traits and the characteristics inherited at the time of conception. Conception എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അല്ലെ, ഗർഭധാരണ സമയം. അതിനെയാണ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാം. ഗർഭധാരണ സമയം, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ പറയുന്നത് കൺസെപ്ഷൻ, ടൈം ഓഫ് കൺസെപ്ഷൻ. അപ്പോ ആ ടൈമില്, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമില് നമുക്ക് എന്താണ്, കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള അല്ലെ, പാരമ്പര്യമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ലഭിക്കുന്നുണ്ട് അല്ലെ. ആണോ? കിട്ടുന്നുണ്ടോ? അല്ലെ. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന കുഞ്ഞ് വരുന്ന സമയത്ത് പറയാറുണ്ടല്ലേ, ആ ഹസ്ബൻഡിന്റെ മുഖമാണ് അല്ലെ. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പറയാറില്ലേ? നിങ്ങളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണോ? അല്ലെങ്കിൽ പറയാറുണ്ട് മുടി ഇപ്പൊ എന്താണ്, ഹസ്ബൻഡിന്റെ അമ്മയുടെ പോലെയാണ് അല്ലേ. നമ്മൾ കേൾക്കാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നീളമുണ്ടെങ്കിൽ പറയും, ആ ഇത് അവിടത്തെയാണ് അല്ലെങ്കിൽ ഇവിടത്തെയാണ് പറയാറുണ്ടല്ലേ. ചില മറുകൊക്കെ വരുമ്പോ പറയാറുണ്ടല്ലോ, അപ്പൊ അമ്മയുടെ പോലത്തെയാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കയ്യിൽ മുഖത്ത് മറുകുണ്ട്, അത് അമ്മയുടെ പോലെയാണ് അല്ലെങ്കിൽ അച്ഛനെ പോലെയാണ്. പിന്നീട് കുട്ടികൾ വളർന്നു വരുമ്പോ, ജനിക്കുമ്പോഴും അത് കഴിഞ്ഞ് പിന്നെ വളർന്നു വരുമ്പോഴാണ് ഓരോ ഇത് മാറുന്നതല്ലേ, ഓരോ കാര്യങ്ങൾ മാറുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ അല്ലെ, ഗർഭധാരണ സമയത്ത് ഇൻഹെറിറ്റഡ് ആയിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് സവിശേഷതകൾ ലഭിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഇനി അതുപോലെ തന്നെ എന്താണ്, അത് ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ ഹെൽത്ത് ഓഫ് ദി മദർ ഡ്യൂറിംഗ് ടൈം ഓഫ് പ്രഗ്നൻസി. ഇനി പ്രഗ്നൻസി ടൈമിൽ തന്നെ അമ്മയുടെ മെന്റൽ ഹെൽത്ത് എന്താണ്, കുഞ്ഞിനെ ഫിസിക്കൽ ആയാലും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ആയാലും കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പറയാറുണ്ട് നമ്മളോട്, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ
എന്താണ് സങ്കടപ്പെടാൻ പാടില്ല, എപ്പോഴും ഹാപ്പിനെസ് ആയിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ എഫക്ട് ചെയ്യുമെന്ന് പറയാറുണ്ട് ഇല്ലേ? ആരെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയാറുണ്ട്. പറയാറുണ്ട്. അനുഭവം ഉണ്ടോ ശ്രുതി? ഇല്ല മാം. ഞാൻ കുറച്ച് അപ്പൊ എന്തെങ്കിലും സങ്കടം വന്ന് കരഞ്ഞപ്പോ ഇപ്പൊ എന്റെ മോൻ വാശി എടുത്ത് കരയാറുണ്ട്. എന്റെ കസിന്റെ പറയാൻ അനുഭവം പറയാൻ, അത് എന്താണ് ഡാഡിയുടെ ചേട്ടന്റെ മരുമോള്. ആ ടൈമില് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമായി. അപ്പൊ അവള് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, ഒരു 6 മാസമായിട്ടുണ്ടാവും. അപ്പൊ അവളും ആ ടൈമിൽ തന്നെയാണ് പ്രഗ്നന്റ് ആയത്. ഒരു 4 മാസമായിട്ടുണ്ടാവും അവൾക്ക്. അപ്പോ അവളുടെ ഡാഡി മരിച്ചു, വാഹനാപകടത്തിലാണ് മരിച്ചത്. പെട്ടെന്ന് റോഡ് ക്രോസ് ആയിരുന്നപ്പോ ഒരു ബസ്സോ എന്തോ വന്ന ഇടിച്ച് പെട്ടെന്ന് തന്നെ ആള് മരിച്ചു. ആ ടൈമില് പ്രഗ്നന്റ് ആയിരുന്നല്ലോ. ആ സമയത്ത് ഭയങ്കര സങ്കടം. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഡാഡിയൊക്കെ മരിക്കുന്നത് അല്ലെ, അച്ഛനമ്മമാർ മരിക്കുന്നതൊക്കെ ഭയങ്കര ഇതായിരിക്കും. ആരുമില്ലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ ആ ടൈമില് അടക്കാൻ പോണ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ പള്ളിയിലൊക്കെ ആൾക്കാർ പറയാറുണ്ട് നമ്മളെ കരയിലെ ഇപ്പൊ പ്രഗ്നൻസി ഒക്കെ കുഞ്ഞിനെ അത് ബാധിക്കും. പക്ഷെ എന്നാലും നമുക്ക് എന്താണ് നമ്മുടെ അടക്കാൻ പോണ സമയത്തൊക്കെ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. സങ്കടങ്ങൾ അടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. പിന്നീട് കുട്ടി ജനിച്ചു കഴിയുമ്പോ കുട്ടി എപ്പോഴും ഇങ്ങനെ ഏന്തി, ആ ടൈമിൽ അവള് കരഞ്ഞിരുന്നത് ഇങ്ങനെ ഏന്തി കരയുമായിരുന്നു പ്രഗ്നൻസ് ആയ ടൈമില്. പിന്നീട് കുട്ടി ജനിച്ചപ്പോ കുട്ടിക്കും അങ്ങനെ ഒരു കരച്ചില്. അവൻ എപ്പോഴും ആൺകുട്ടിയാണ്, അവനും കരയുമ്പോൾ എപ്പോഴും എന്ത് സങ്കടം വന്നാലും ചെറിയ കരച്ചിലായാലും എപ്പോഴും ഇങ്ങനെ ഏന്തി കരയും. അപ്പൊ അവളിൽ നിന്ന് കിട്ടിയതാവാം. ആ ടൈമിൽ തന്നെയാണല്ലോ ഒരു വിഷമം ഉണ്ടായത്. അപ്പൊ ആ ടൈമില് പ്രഗ്നൻസ് ആയ ടൈമില് ആ കുട്ടിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയൊരു ഇതായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയും എന്താണ് മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ ആയാലും മെന്റൽ ഹെൽത്ത് ആയാലും പ്രഗ്നൻസി ടൈമില് അമ്മയ്ക്ക് ഏത് അനുഭവമാണോ, ഹാപ്പിനെസ് ആണോ അല്ലെങ്കിൽ സാഡ്നെസ് ആയാലും കുട്ടീനെ അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാട്ടോ. മാം എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്. മാസായി ജസ്റ്റ് അറിഞ്ഞിട്ടുള്ളൂ. അറിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സേഫ് ആയിട്ടിരിക്കട്ടോ. ഓ സേഫ് ആണ്. നല്ലൊരു വാഹനം കിട്ടട്ടെ അല്ലേ? താങ്ക് യു. ബേബിയാണോ? എങ്ങനെ? ഫസ്റ്റ് ബേബിയാണോ? അതെ അതെ അതെ. നെക്സ്റ്റ് എന്താണ്? സി അല്ലെ. ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ എംബ്രോ വിത്ത് ദ ഹോം ഓഫ് ദ മദർ. അപ്പൊ എന്താണ് ന്യൂട്രീഷൻസ് ലഭിക്കുന്നത്? എങ്ങനെയാണ് ന്യൂട്രീഷൻസ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്? അമ്മ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രീഷൻസ് ലഭിക്കുന്നത്. ഇനി എന്താണ് കണ്ടീഷൻസ് ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. ഇനി ഡെലിവറി ടൈമില് അമ്മയ്ക്ക് ഇപ്പോ എന്തെങ്കിലും ഇപ്പോ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് കുട്ടിയെ ബാധിക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോ അമ്മയുടെ ഉദരത്തിൽ നിന്നുകൊണ്ട് തന്നെ ചിലപ്പോ ആ ഡെലിവറി സമയത്തൊക്കെ മഷിയിടാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രഷർ കൂടാം, അല്ലെങ്കിൽ ഷുഗർ കൂടാം അല്ലെ, ഹാർട്ട് ബീറ്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങള്. അതുപോലെ തന്നെ പൊക്കിൾക്കൊടിയൊക്കെ കുഞ്ഞിന്റെ കഴുത്തിൽ കൂടെ ചുറ്റാം. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കുഞ്ഞിനെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. സെക്കൻഡ് ബേബി മെക്കോണിക് ബേബിയാണ് മാം. സെക്കൻഡ് ബേബി 9 months ആയിട്ടുണ്ട്. അവള് മഷിയിട്ടത്. മഷിയിട്ടിരുന്നല്ലേ? കുറച്ചായി വരുന്ന ലാസ്റ്റ് അവര് പെയിൻ നന്നായി വന്നു. നോർമൽ ഡെലിവറി ആകുമെന്ന് പറയാൻ വേണ്ടി നോക്കുമ്പോഴേക്കും കുട്ടി മഷിയിട്ടു. അത് സിസേറിയൻ ചെയ്യാൻ പോകുമ്പോഴേക്കും കുട്ടി ഫുള്ള് സമയം എന്നാ ഡോക്ടർ പറഞ്ഞത്. തിരിഞ്ഞ് മേലേക്ക് കുടല് ചുറ്റി. അവസാനം മൊത്തം ലാസ്റ്റ് അന്ന് ഫുൾ മഴയും അനസ്തേഷ്യ ചെയ്യാനുള്ള ഡോക്ടർ ഇല്ലാണ്ട് അവര് വരാൻ വൈകുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി. അവളുടെ കുട്ടിന്റെ മേലെ കുടല് ചുറ്റി സിസേറിയൻ ചെയ്ത് എടുത്താണ് ലാസ്റ്റ്. ശ്രുതിയുടെ ആരാണ്? അനിയത്തിയാണോ? ശ്രുതി തന്നെയാ മാം. അല്ല, എന്റെ മോളുടെ കാര്യം പറഞ്ഞതാണ്. എന്റെ മോളുടെ സെക്കൻഡ് ബേബിക്ക് അങ്ങനെ ആയതാണ്.
അപ്പൊ നിങ്ങൾ അഡ്മിറ്റ് ആയിരുന്നില്ലേ അവിടെ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നോ? ഇന്ന് ചെറിയ പെയിൻ വന്നിട്ടാണ് പോയത്. പക്ഷെ പെയിൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരണം എന്ന് പറയില്ലേ, പിന്നെ ചെറിയ ഗ്യാപ്പ് ആയിട്ടാണ് അങ്ങനെ വന്നത്. ചെറിയ പെയിൻ വന്നതും പോയി. ഇന്ന് സാറ്റർഡേ ഈവനിങ് പോയിട്ട് സൺഡേ ഈവനിങ് ആണ് എനിക്ക് ഡെലിവറി ആയത്. അതുവരെയും അങ്ങനെയായിരുന്നു. അത് ഫുൾ പെയിന് വരട്ടെ, ആദ്യത്തെ നോർമൽ ആയതുകൊണ്ട് സിസേറിയൻ ചെയ്യേണ്ട, നോർമൽ ആക്കാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തപ്പോ അവള് ലാസ്റ്റ് മഷി ഇട്ടു. പിന്നെ അനസ്തേഷ്യക്കുള്ള ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അവര് വരുമ്പോഴേക്കും കുട്ടി പുറത്തേക്ക് വരാനുള്ള സമയം വൈകിയപ്പോ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞപ്പോ കുടല് ചുറ്റി ശരീരത്തൊക്കെ. എന്തോ ഡോക്ടർ ഒന്നും കഴുത്തിൽ കുടുങ്ങാത്തത് നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞു ലാസ്റ്റ്. എക്സ്പീരിയൻസ് ഉണ്ടെന്നെങ്കിലും പൊക്കിൾ കൂടി ചുറ്റിയിട്ടുണ്ട്. അത് എന്റെ കുഴപ്പം കൊണ്ടാ. പെയിൻ വന്നപ്പോ ഞാൻ ഒട്ടും സഹിക്കാത്ത ഒരാളായിരുന്നു. അപ്പൊ തിരിയോ മറിയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവര് പറയണ്ടെങ്കിലും അന്നത്തെ ആ ഒരു സമയത്ത് ഞാൻ തിരിയോ മറിയോ കിടക്കുക ഏതാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പൊക്കിൾ കൂടി ചുറ്റി. അങ്ങനെ പെട്ടെന്ന് സിസേറിയൻ ചെയ്തെടുത്തു. ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിനെ കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു, അമ്മേനെ കൊണ്ടായിരുന്നു കുഴപ്പം മൊത്തം. ഇല്ല. എനിക്കുണ്ടായിട്ടുണ്ട്. എന്റെ മോള് 22 ദിവസം മുന്നെയാണ് ഉണ്ടായത്. അതെന്റെ മാമ മരിച്ചു. അപ്പോ ഡേറ്റ് ആവണതിന്റെ മുന്നേ 1 മാസം മുന്നെയാണ് മാമ മരിച്ചത്. അപ്പോ പെട്ടെന്നുള്ള മരണമായിരുന്നു. അപ്പൊ എനിക്കത് കേട്ടിട്ട് ഭയങ്കര ടെൻഷനായി. അപ്പോ അത് ആലോചിക്കുമ്പോ ഇപ്പോഴും വിഷമാ. അപ്പോ പെട്ടെന്നുള്ള ഇതായിരുന്നു. അപ്പോ അത് ആലോചിച്ച് ടെൻഷനായിട്ട് അമ്മയും വീട്ടിലുള്ളവരൊക്കെ പോയി. അപ്പൊ എന്നെ കൊണ്ടുപോയില്ല അങ്ങോട്ട് കാണാന്. അപ്പൊ ആരും ഉണ്ടായിരുന്നില്ല, ഹസ്ബൻഡും ഞാനും മാത്രമായിരുന്നു വീട്ടില്. അപ്പൊ ആ സമയത്ത് എനിക്ക് അത്ര പ്രായമായിട്ടില്ല, 20 ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ആ ടൈമില് അങ്ങനെ അറിയൂലല്ലോ. അപ്പൊ ഇവരായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പൊ എന്നിട്ട് എനിക്ക് വെള്ളം പോയി. നമുക്ക് കുട്ടി കിടക്കാനുള്ള ഇതുണ്ടല്ലോ ക്ലാസ്സിന്റെ, അത് മൊത്തം പോയി. പക്ഷെ അത് ആ സത്യത്തിൽ അറിയുന്നില്ല. അതൊക്കെ ഒരു ഭയങ്കര ട്രാജഡിയാണ്. പോയി രാത്രി മുഴുവനും നമുക്ക് അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അത് എന്താന്ന് മനസ്സിലാവണില്ല. പക്ഷെ എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംഭവിക്കണ. അമ്മ അവിടുന്ന് ഓടി വന്നിട്ട് രാവിലെ വരെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് അവര് ചെക്ക് ചെയ്തപ്പോ തന്നെ പറഞ്ഞു എന്തിനാ അപ്പൊ തന്നെ കൂടുന്നതൊക്കെ വെച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ സാഹചര്യം പറഞ്ഞു, ഇങ്ങനെ അങ്ങനെ മരിച്ചിട്ട് അങ്ങോട്ട് പോയിണ്ടായിരുന്നു, അതിന്റെ ടെൻഷൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല, എന്നിട്ട് ഞാൻ അപ്പോഴും പ്രസവിക്കില്ല എന്നാ വിചാരിച്ചത്. അപ്പൊ അവര് പറയാ കുട്ടിക്ക് കിടക്കാനുള്ള വെള്ളമൊന്നും ഇല്ല, പിന്നെ ഇനി എങ്ങട്ടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസവിക്കാതിരിക്കാൻ പറ്റില്ല, പ്രസവിപ്പിക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ പെയിനൊക്കെ വരാനുള്ള ഇഞ്ചക്ഷനൊക്കെ തന്നിട്ട് അവര് നോർമൽ ഡെലിവറി തന്നെ ആക്കിന്നിട്ട് രാവിലെ അഡ്മിറ്റ് ആക്കിയിട്ട് വൈകിട്ട് ഒരു 5:30-6 മണിയാകുമ്പോ നോർമൽ ഡെലിവറി ആയി. അത് ഏകദേശം ആയിരുന്നു കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വരെ നോക്കി. അങ്ങനെ മിടിപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് അങ്ങനെ ഭയങ്കര ഒരു ആലോചിക്കുമ്പോ പേടിക്ക് പറയാൻ പേടി. അതാ ഞാൻ പറയാതിരുന്ന്. ഇപ്പോഴും ആലോചിക്കുമ്പോ പേടിയാണ്. ഇപ്പൊ നമുക്ക് ആ പ്രഗ്നന്റ് ഹോസ്പിറ്റലിലെ ആണെങ്കിൽ ഡോക്ടർമാരെന്തായാലും നല്ല ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. അത്രയും വെയിറ്റ് ചെയ്തിട്ട് നോർമൽ ഡെലിവറി ആക്കാൻ പറ്റിയെന്ന് വെച്ചാല്. അത് പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിൽ അറിയണ്ടാവും നസീമയ്ക്കൊക്കെ. ഓക്കെ അറിയോ? ഓക്കെ അറിയാം. ഞാന് എന്റെ മരുമോൾക്ക് ഇതേപോലെ ഫ്ലൂയിഡ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നല്ല പെയിൻ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവസാനം നമുക്ക് തന്നെ സിസേറിയൻ തന്നെ വേണ്ടി വന്നു. എന്നിട്ട് തന്നെ ഓര് പറഞ്ഞില്ല, 12 മണിക്കൂർ അങ്ങനൊക്കെ ഒരു സമയം ഉണ്ടെന്ന് പറഞ്ഞു. അതിലധികം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞിട്ട് അതൊരു സിസേറിയൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു. അല്ലെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇതിൽ CRP കൂടി കുട്ടിക്ക് ബ്ലഡില് കുട്ടിക്ക് കുഴപ്പമുണ്ടാവുന്നുണ്ട്. ഫ്ലൂയിഡ് പോയിട്ട് പിന്നെ ഒരുപാട് ടൈം നമ്മള് പ്രസവം ഇല്ലാതെ നിന്ന് കഴിഞ്ഞാല് അങ്ങനെ അവര് പറഞ്ഞു. പക്ഷെ നോക്കുമ്പോ CRP കുട്ടിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ഹോമിയോ മരുന്ന് നമ്മൾ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഹോമിയോ മരുന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് കുട്ടിന്റെ CRP ഒക്കെ കുറച്ച് കിട്ടി. ഇപ്പോ മോള് ഇതാ 6 മാസമായി മോളുണ്ട് വീട്ടില്. ഞാനിപ്പോ ഈ ക്ലാസ്സിൽ നിക്കണോ നിക്കണ്ടേ എന്നുള്ള ഇതിലാണ്. കാരണം ഞാൻ നിന്ന് കഴിഞ്ഞാല് ഓളെ ഒരു പ്രസവത്തിന്റെ സമയം സെപ്റ്റംബറിലൊക്കെയാണ്. ആ സമയത്താണ് നമ്മളെ കോൺവെക്കേഷനും അതുപോലെ നമ്മൾ എക്സാം ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഈ വർഷം തീർന്ന് പോവാനും തോന്നണില്ല. അങ്ങനെ ഒരു തീരം എന്തായാലും നമ്മള് ജയദേവ് സാറിനോട് ചോദിച്ചു നോക്കണം ഏത് ടൈമിലാണ് നമുക്ക് കോൺവെക്കേഷൻ ഒക്കെ ആയിരുന്നു. നമുക്ക് ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ, അതൊക്കെ കിട്ടണ്ടേ ദീദി ഇരിക്കുമ്പോ. ക്ലാസ്സും സർട്ടിഫിക്കറ്റ് ഒക്കെ ചിലപ്പോ ഇങ്ങനെ പോയാലും കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ കേൾക്കേണ്ട വിഷയങ്ങളാണേണം. ഈ ഒരു ടൈമിൽ എനിക്ക് കേൾക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പൊ നമ്മൾ പോണ ഈ സംഭവങ്ങളൊക്കെ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ.
പ്രഗ്നൻസി സ്റ്റേജിലും കുട്ടികൾക്കും വേണ്ടിയിട്ടൊക്കെ. നമ്മളതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വയറ്റിലുണ്ടാവുക, പ്രസവം, അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. പക്ഷെ കുട്ടികളത് അങ്ങനെയല്ല. കുട്ടികളത് വരുമ്പോ ടെൻഷനുമാണ്, നമുക്ക് ഒരുപാട് അറിയാനും ഉണ്ട്. ഇവിടെ കണ്ടിട്ട് റെക്കോർഡ് കുറെ ക്ലാസ് നാളായല്ലോ. ആകുമ്പോൾ ഒരുപാട് സംസാരിക്കുന്നത് ഒരു പ്രശ്നമാണ്. റെക്കോർഡ് ക്ലാസ് ആകുമ്പോഴേ നമ്മളിങ്ങനെ കുറെ സംസാരിക്കുമ്പോൾ ഇനി മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ വിഷയങ്ങൾ കേട്ടപ്പോ സംസാരിക്കാൻ തോന്നണില്ല. ഇടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു, നസീമിനെ കാണാറില്ലല്ലോ. ഞാൻ പിന്നെ മനഃപൂർവ്വം അങ്ങനെ ക്ലാസ് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ ഓള് ഇവിടെ ഉണ്ടാവുമ്പോ ഫുഡ് ഉണ്ടാക്കലൊക്കെ ആയിട്ട് ഓക്ക് ഇങ്ങനെ ഓളെ പിന്നാലെ നടക്കും. ഓളിപ്പോ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടേ 5-ാം മാസം ആയാലാണ് അവര് വന്നത്. അപ്പൊ അവിടുന്ന് ജോലിക്ക് പോകണ്ടായിരുന്നു. അപ്പൊ ഫുഡൊന്നും ശരിയാവില്ല. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ബ്ലഡ് ഉണ്ടാകാനുള്ള സാധനങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കൽ തന്നെ ഒരു വിഷയം. 5-6 ഉപ്പേരികളും ചോറും എന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ അതിലങ്ങോട്ട് എങ്ങനെ ഉപ്പാക്ക് സുഖമില്ല. ഉപ്പാക്ക് കുറച്ചും കൂടി സുഖമില്ലാതായിരുന്നു. അതിന്റെ ആ ഒരു ബിസിയിലും കൂടിയാണ്. രണ്ടും കൂടി ആവുമ്പോഴേ ഇനിയിപ്പോ ക്ലാസ്സിൽ നിക്കണോ പോണോ എന്നുള്ള ഒരു തീരുമാനമില്ല. ഒരു ക്ലാസ്സിൽ നിക്കുമ്പോ പിന്നെ അതിൽ റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കാം. പക്ഷെ ഈ എക്സാമിന്റെ സമയം വരുമ്പോ മിക്കവാറും ഓളെ ഡെലിവറി കഴിഞ്ഞ സമയം സെപ്റ്റംബറിലാണ് ഓളെ ഡെലിവറി ടൈം. ചോദിച്ചു നോക്കട്ടെ. എന്നാ ക്ലാസ് എടുക്കട്ടെ. നെക്സ്റ്റ് ഏത് പോയിന്റ് ആണ് പറഞ്ഞത്? ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത് അല്ലെ? ജനിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കുട്ടിക്ക് ന്യൂട്രീഷൻസ് കൊടുക്കുന്നത്? എങ്ങനെയായിരിക്കാം? അമ്മ നല്ല ന്യൂട്രീഷ്യസ് ആയ ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് വഴി കിട്ടും. അല്ലെ? ഫീഡ് എന്താണ്? ബ്രസ്റ്റ് മിൽക്കിൽ കൂടിയാണ് കുഞ്ഞിന് ന്യൂട്രീഷൻസ് ആയിട്ടുള്ളത് ജനിച്ചതിന് ശേഷം കിട്ടുന്നത് കേട്ടോ. ഇനി എന്താണ്? presence and absence of physical defects, illness and diseases. ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഡിസീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സുകളൊക്കെ ഉണ്ടാകുമ്പോ കുഞ്ഞിനെ അത് ബാധിക്കുമോ? എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ ഫീഡിങ്ങിലൂടെ സോറി മാം, കുഴപ്പമില്ല. Presence and absence of physical defects, illness and diseases. അതെങ്ങനെയായിരിക്കാം? അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സുകളോ ഫിസിക്കൽ ഡിഫക്ട്സുകളൊക്കെ കുഞ്ഞിനെ ബാധിക്കുന്നത് എങ്ങനെയായിരിക്കാം? കുഞ്ഞിനുണ്ടാവോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ? അങ്ങനെ ബാധിക്കും. അച്ഛനുണ്ടെങ്കിലും ബാധിക്കും, അമ്മയ്ക്കുണ്ടെങ്കിലും ബാധിക്കും. ഒരാള് അമ്പിളി അല്ല, അതിപ്പോ അച്ഛനുണ്ടെങ്കിലും ബാധിക്കും, അമ്മയ്ക്കുണ്ടെങ്കിലും ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരാൾക്ക് കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ അവര് കുറെ കാലം കല്യാണം കഴിച്ചില്ല. എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കല്യാണമൊക്കെ കഴിച്ചു. എന്നിട്ട് അവരെ കുട്ടി ഉണ്ടായപ്പോ ആ കുട്ടിക്കും കണ്ണിന് പ്രശ്നമുണ്ട്. ഒരു കണ്ണിന് കാഴ്ചക്കുറവ്, അതേപോലെ കാഴ്ചക്കുറവല്ല, കണ്ണിന് കാണുന്നില്ല. എന്നിട്ട് ആ കുട്ടിക്കും, അത് പെൺകുട്ടിയാണ് ഉണ്ടായത്. അച്ഛനാണ് പ്രശ്നം. അച്ഛൻ ഇങ്ങനെ കണ്ണിന് നല്ല ഇതുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടിക്കും അതേപോലെ വന്നു. പിന്നെ രണ്ടാമതൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്കും അതേപോലെ വന്നു. അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മയ്ക്ക് നല്ല ഒരു കുഴപ്പമില്ലാത്ത ലേഡിയാണ്. പക്ഷെ ഇവരുടെ അതേ പാരമ്പര്യം അങ്ങനെ ആ കുട്ടികൾക്ക് വന്നു. കാണുമ്പോ നമുക്ക് വിഷമം തോന്നും ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോ. അപ്പൊ അത് കാണുമ്പോ നമുക്കിങ്ങനെ കണ്ണ് കാണില്ല, അച്ഛന് കണ്ണ് കാണില്ല. അതേപോലെ ആ കുട്ടികൾക്കും വന്നു, കണ്ണ് കാണില്ല. വിഷമം തോന്നും. എന്റെ വീടിന്റെ അടുത്തേ ഒരു കുട്ടി, ഒരു ഭാര്യയും ഭർത്താവൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ മോള് 6 വയസ്സായി. ആ കുട്ടിക്ക് ജന്മന കണ്ണെന്ന് പറയുന്ന സാധനം മുഖത്തില്ല. ഒരു മൂക്ക് മാത്രമേ ഉള്ളൂ. മൂക്കും ചുണ്ടും, കണ്ണില്ല, പിരികയില്ല, ഒന്നുമില്ല. കണ്ണിന്റെ ഒരു ഒരു വര പോലും ഇല്ല. 6 വയസ്സായി, പെൺകുട്ടിയാ. നല്ല മോളാ. പക്ഷെ അതിന്റെ ഉള്ളില് നമ്മളെ തൊട്ട് കഴിഞ്ഞാല് ആ കുട്ടിക്ക് ആരാ വന്നേന്നും എന്താന്നൊക്കെ അറിയാം. പേരൊക്കെ എന്റെ ഉമ്മാനെ വിളിക്കും, എപ്പോഴും വിളിക്കും, ഫോൺ ചെയ്തിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കും. എല്ലാരും വന്നു കഴിഞ്ഞാല് നല്ല ഇതാ. പക്ഷെ കണ്ണ് നമുക്ക് സാധാരണ ഒരു വരയെങ്കിലും കാണില്ലേ?
ഇത് അങ്ങനൊന്നുമില്ല, മൊത്തം പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ മൂടി കെട്ടിയിരിക്കണം, ഒന്നുമില്ല, കണ്ണെന്ന് പറയുന്ന സംഭവം ഇല്ല അവിടെ. പക്ഷെ അതൊക്കെ എങ്ങനെയാണാവോ, ദൈവത്തിന്റെ ഓരോ ഇതായിരിക്കുള്ളൂ പരീക്ഷണങ്ങൾ. ഞാൻ ഓരോ അവസ്ഥ. പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറയാം, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലോ ഹസ്ബൻഡിനൊക്കെ ഈ നാവ് കടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നാവ് കടിക്കുക. ഇത് ഇവരിൽ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ലേഡീസിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും എല്ലാവരിലും ഇതിങ്ങനെ കാണും കേട്ടോ. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്തും ഞാൻ എൻ്റെ ബേബിയിലും അത്ര കുഞ്ഞിലാണെങ്കിൽ കൂടി കുഞ്ഞി പല്ല് വരുമ്പോഴത്തേനും ഈ നാവ് കടിക്കുന്നു. പിന്നെ ഞാൻ അതിങ്ങനെ പറഞ്ഞു മാറ്റി. പക്ഷെ ഞാൻ എൻ്റെ 3 ഡെലിവറി കഴിഞ്ഞ് ഈ 3 ബേബീസും ഈ നാവ് കടിക്കുന്ന ആ അച്ഛൻ്റെ ആ ഒരു സിംറ്റം പാരമ്പര്യമായിരിക്കാം, അറിയില്ല, അങ്ങനെയും കുട്ടികളിൽ വരും. പക്ഷെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിട്ടോ, ഇപ്പൊ ഇല്ല. പക്ഷെ അവരത് ഇടയ്ക്ക് ടെൻഡൻസി അവരിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ടെൻഡൻസി. എന്തെങ്കിലും അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഞാൻ BEd പഠിച്ച ടൈമില് ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്റെ ക്ലാസ്സിലായിരുന്നു, ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ അവളുടെ കുട്ടി ഇപ്പോ ഒരു 2nd സ്റ്റാൻഡേർഡിലായിരിക്കും. അവളുടെ ജനിച്ചപ്പോ ചെവിയുടെ അത് പറഞ്ഞിട്ടായിരിക്കും, ചെവിയുടെ ഈ നമ്മുടെ അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഉള്ളിലേക്കുള്ള സാധനങ്ങളൊന്നുമില്ല, കേൾക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കണ്ണിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്, നമുക്ക് നോക്കുമ്പോ ഒരു കോങ്ങാണ്ട് പോലെ തോന്നാറുണ്ട്. പക്ഷെ അച്ഛനമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അച്ഛനമ്മയ്ക്കും അങ്ങനത്തെ ഡിഫക്ട്സുകളോ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫക്ട്സുകളോ ഒന്നുമില്ല. പക്ഷെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടിയില് നമ്മുടെ ചെവി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ചെവിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോ തിരുവനന്തപുരത്താണ് ഇപ്പോ ചികിത്സിക്കുന്നത്. 8 ലക്ഷം 10 ലക്ഷം കണ്ടും ക്യാഷ് ആവും ഒരു വർഷത്തിൽ. അപ്പൊ അതുകൊണ്ട് അത് ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ പറയുകയാണ് താനെ എല്ലാ കാര്യങ്ങളും താനെ അത് ശരിയായിക്കോളും, വരുന്നുണ്ട് ഇപ്പോഴും, താനെ വന്നോളൂ എന്നാണ് പറയുന്നത്. ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല. ആളെ കാണുമ്പോഴേക്കും കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ല, കണ്ണിന് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഒരു ടെൻഡൻസിയിൽ വന്നതാണ്. പക്ഷെ അത് നമ്മള് സ്കാൻ ചെയ്യുമല്ലോ 3 മാസം, അതുപോലെ തന്നെ 5 മാസം 9 മാസമൊക്കെ സ്കാൻ ചെയ്യുമ്പോഴും അവര് പറഞ്ഞില്ല. അപ്പോ ഹോസ്പിറ്റലുകാരുടെ ഒരു തെറ്റായിരിക്കാം അത്, അല്ലെങ്കിൽ ഡിഫക്റ്റ് ആയിരിക്കാം, അവർക്ക് ചിലപ്പോൾ അറിയാത്തതോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ പറഞ്ഞിരുന്നെങ്കിലും ചില ഡബിൾ മാർക്കറ്റ് ടെസ്റ്റുകളില്ലേ, ഇന്ന എന്തെങ്കിലും കുഴപ്പമുള്ള ലേഡീസ് മാത്രമേ അത് ചെയ്യുള്ളൂ. പക്ഷേ ശരിക്കും നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ 30 വയസ്സിന് ശേഷം ഡെലിവറി കഴിയുന്നവർക്ക് മാത്രം എന്നാണ് പറയുന്നത്. അതിന് മുന്നേ ഉള്ളവരിലാണെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ, അതായത് ഓട്ടിസം പോലുള്ളത് എത്രയെങ്കിലും വയസ്സിലോ ആ ഒരു ഡെലിവറി കഴിഞ്ഞ ഏജിൽ ഉണ്ടാവില്ലായിരിക്കും. എന്നാൽ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ഇങ്ങനൊരു ജനിതക മാറ്റം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിന്റെ റേറ്റും അങ്ങനെയുള്ള ടെസ്റ്റുകളുടെ റേറ്റ് 2000-4000 ഒക്കെ ആകുമ്പോൾ അത് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ എന്ന ആശങ്കയോട് കൂടിയിട്ട് അതൊന്നും ചെയ്യണ്ട, നമ്മളെല്ലാം ദൈവത്തോട് പറയാം, അങ്ങനെയുള്ള ചിന്തകൾ ഇന്നത്തെ ന്യൂജൻ തലമുറയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികളിലൊക്കെ നമുക്കത് കാണുമ്പോൾ വിഷമമാണ്. അത് അവർക്ക് ചിലപ്പോ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അത് ഹോസ്പിറ്റലുകാരും അതങ്ങനെ ചെയ്തില്ല. ടെസ്റ്റുകൾ നടത്തിയപ്പോഴും എനിക്കൊരു കുഴപ്പമില്ല, അങ്ങനെയുള്ള രീതിയിലായിരുന്നു അവര് വന്നത്. പക്ഷെ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് കേൾക്കുന്നില്ല, കണ്ണിന് ചെറുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഒരു കോങ്ങണ്ണുള്ളത് പോലെ തോന്നാം, ഫീൽ ചെയ്യാൻ നമുക്ക്. അങ്ങനെയൊരു എഫക്റ്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്, the living conditions are physical and social and cultural. അപ്പോൾ സോഷ്യൽ ആയാലും ഫിസിക്കൽ അതുപോലെ കൾച്ചറൽ ആയാലും എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ അങ്ങനെയുള്ള ഡെവലപ്മെന്റുകൾ ഫിസിക്കലും സോഷ്യലും കൾച്ചറൽ ആയാലും എന്താണ് കുട്ടികളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കിയത് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് റീക്രിയേഷൻ. റീക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീക്രിയേറ്റ് ചെയ്യാം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വിനോദം ആണ് ട്ടോ. വിനോദം, അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻസ്, പ്ലേ, എക്സസൈസ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
എന്താണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുക. നല്ല രീതിയിൽ അവരെ എക്സസൈസ് ചെയ്യിപ്പിക്കുക, കുറെ പ്രിപ്പയർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് അല്ലെ, കളിപ്പിക്കുക, അതുപോലെ എന്താണ് വിനോദങ്ങളിൽ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉറങ്ങാനുള്ള ശീലങ്ങൾ അല്ലെ, കുറച്ച് ടൈം അവരെ ഉറക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കുറെ അവസരങ്ങൾ കൊടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുമ്പോൾ അത് അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ചെയ്യുന്നത്, ഫിസിക്കൽ ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അവരെ ഏർപ്പെടുത്തും കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്തായിരുന്നു? നമ്മള് ഗർഭ സമയത്ത് അല്ലെ, ഗർഭധാരണ സമയത്ത് നമുക്ക് ഈ ഹെറിറ്റഡ് ആയിട്ടുള്ള പാരമ്പര്യജനമായിട്ടുള്ള സവിശേഷതകൾ കുട്ടികളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മദർ ഡ്യൂറിങ് ടൈം ഓഫ് പ്രഗ്നൻസി, നമ്മുടെ പ്രഗ്നൻസി ടൈമിലും അമ്മയുടെ ഫിസിക്കൽ ആയിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ള ഹെൽത്തും കുട്ടിയെ ബാധിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഈ ഗർഭധാരണ സമയത്ത് തന്നെ കുട്ടിക്ക് അമ്മയുടെ ഫുഡിൽ നിന്നാണ് അല്ലെ, അമ്മ കഴിച്ചാൽ മാത്രമാണ് കുട്ടിക്ക് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെ, ന്യൂട്രീഷൻസ് റിസീവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ടൈം ഓഫ് ഡെലിവറിയിൽ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ ഡെലിവറി ടൈമിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടിയെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടി ജനിച്ചതിന് ശേഷം എങ്ങനെയാണ് ന്യൂട്രീഷൻസ് കുട്ടിയിലേക്ക് എത്തുന്നത്? അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന രീതിയിൽ ആഹാരം കഴിച്ചാൽ മാത്രമാണ് കുട്ടിയിലേക്ക് അത് എത്തുകയുള്ളൂ അല്ലെ. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് പറഞ്ഞത്? എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫക്റ്റുകൾ, എന്തെങ്കിലും ഇൽനെസ്, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിയെയും ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ കൾച്ചർ ഉള്ള കാര്യങ്ങളും കുട്ടിയെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിലെ വിനോദത്തിൽ ഏർപ്പെടുത്തുക, അവരെ കളിപ്പിക്കുക, അവർക്ക് കുറച്ചു നേരം ഉറങ്ങാനായിട്ട് അല്ലെ, ഉറങ്ങണം. നമ്മൾ പറയാറുണ്ടല്ലേ, പ്രഗ്നന്റ് ആയ ലേഡീസ് കുറച്ചു നേരം ഉറങ്ങണം എന്നൊക്കെ പറയാറില്ലേ? ചിലവര് പറയാറുണ്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി നന്നായിട്ട് വളരും, ഉറങ്ങാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ നമുക്കൊരു ഹെൽത്തി എന്നൊക്കെ ഒരു ബുക്ക് കിട്ടാറില്ലേ അമ്മമാരുടെ? കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഹെൽത്തി എന്നൊക്കെ? ഉണ്ട്. ഇല്ലേ? അതില് എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചു നോക്കിയപ്പോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കുറച്ച് ടൈം അമ്മമാര് ഉറങ്ങണം, ഓക്കെ, അത് നല്ലതാണെന്ന്. ചില അമ്മമാരൊക്കെ പറയാറുണ്ട് ഉറങ്ങാൻ പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ അതിനകത്ത് എങ്ങനെ എഴുതിയിട്ടുണ്ട് അമ്മമാരെ കുറച്ചു നേരം ഉറങ്ങുക, ഇത് കുട്ടികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ അവരെ കുറച്ചു നേരം ഉറക്കുക, എന്നാലാണ് അവർക്ക് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിഞ്ഞോ? പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒരു ആക്ടിവിറ്റി തരാം. കുറച്ച് നാളായല്ലേ ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാല് നിങ്ങളൊരു ടീച്ചറാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മോട്ടോർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നുണ്ട്? ക്ലിയർ ആയോ? ടീച്ചർ ആണെങ്കിൽ കുട്ടികള് നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി ചെയ്യാൻ പറ്റും? പോയിന്റ്സ് ആക്കിയിട്ട് എഴുതിക്കൊണ്ട് വന്നാൽ മതി കേട്ടോ, എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് വികസിപ്പിക്കാൻ അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നെക്സ്റ്റ് പോർഷനിൽ നമ്മൾ അത് പഠിക്കുന്നുണ്ട്. എന്നാൽ കൂടി ജസ്റ്റ് ഒന്ന് കേട്ടി വരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോർഷനിൽ നമുക്കിനി പ്രിൻസിപ്പിൾസ് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ടീച്ചറുടെ റോള് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതി വരാം. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? ആരും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ പറയാം മിസ്. ഇവിടെ പറയാനായിട്ട് ഞാൻ പറയാം. മുന്താസ്. ഇനി ഓരോരുത്തർ മാറി മാറി പറയണം കേട്ടോ. ഒരാള് മാത്രം അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കഴിവ് മാത്രം വർദ്ധിക്കുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കഴിവ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വരാം. ഓക്കെ, ആരാ പറയുന്നത്? മുന്താസ് ആണോ? ഫൈനോ? ആരുമില്ല, പോയി എല്ലാവരും. ഞാൻ തന്നെ പറയാം മിസ്സേ, മുന്താസ് ഇല്ലെങ്കിൽ. നമ്മൾ ഇന്ന് പഠിച്ചത് കുട്ടികളുടെ പല കുട്ടികളിലും ഹൈറ്റും വെയിറ്റും വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ അവരുടെ ബ്രെയിനിന്റെ വലിപ്പം പ്രീ സ്കൂൾ ടൈമിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ 6 വയസ്സുള്ള കുട്ടിയിൽ മുതിർന്നവരുടെയൊക്കെ ബ്രെയിനിനേക്കാളും 90% ആയിരിക്കും ബ്രെയിനിന്റെ വെയിറ്റ്. അതുപോലെ തന്നെ മസിലും തിക്കറും സ്ട്രോങ്ങറും ആയിരിക്കും. പിന്നെ 4 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികളിൽ ടോയ്ലറ്റ് പോകാനുള്ള ആ ഒരു ഇതും കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവുണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവുകൾ നേടുന്നതിന് വേണ്ടി നമ്മൾ പേരൻസ് പലവിധമുള്ള പസിൽസ് അങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസ് അവർക്ക് നൽകുക. അതേപോലെ തന്നെ കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ടോയ്സ് ഇതൊക്കെ നമ്മൾ നൽകുക, അവരുടെ മോട്ടോർ കഴിവുകൾ വികസിപ്പിക്കാൻ. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പറഞ്ഞത്. പ്രഗ്നന്റ് ആയ സമയത്ത് പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന സ്വഭാവങ്ങള്, പിന്നെ പ്രഗ്നന്റ് ആയ ഒരു അമ്മയുടെ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യം. പിന്നെയുള്ള പോയിന്റ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ന്യൂട്രീഷ്യൻസ്. പിന്നെ ഡെലിവറിയുടെ സമയത്ത് ലഭിക്കുന്ന ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന കണ്ടീഷന്, അതുപോലത്തെ കെയർ പരിചരണങ്ങൾ. പിന്നെ ജനിച്ചതിന് ശേഷം കുട്ടിക്ക് ലഭിക്കുന്ന ന്യൂട്രീഷ്യൻസ്. അതേപോലെ ഫിസിക്കൽ ഡിഫക്ട്സ്, ശാരീരികമായ ഓരോ വൈകല്യങ്ങളും രോഗങ്ങളെക്കുറിച്ച്. പിന്നെ ലിവിങ് കണ്ടീഷൻ ഫിസിക്കലും സോഷ്യലും കൾച്ചറും ആയിരിക്കും. പിന്നെ റിക്രിയേഷൻ വിനോദം, പ്ലേ കളികൾ, എക്സസൈസ്, റെസ്റ്റ്, കൃത്യമായ ഉറക്കം എന്നിവയൊക്കെ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. താങ്ക് യു മാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് വരാം. ഗ്രൂപ്പിലൊന്ന് നിൽക്കൊന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ, ജോയിൻ ചെയ്യാത്തവർക്ക്. ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.